ഈ കാണുന്ന ഈ ഒരു DVD പ്ലെയറാണ് ഞാനിവിടെ 100 രൂപയ്ക്ക് വാങ്ങിയത്. അപ്പോൾ നമ്മൾ റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ അങ്ങനെ റീസ്റ്റോറേഷൻ വീഡിയോയ്ക്ക് ആയിട്ട് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് മേടിച്ച DVD പ്ലെയറാണ് ഈ കാണുന്നത്. എനിക്ക് ഈ ഒരു ആക്രിക്കടയിൽ നിന്ന് ഈ ഒരു DVD പ്ലെയർ 100 രൂപയ്ക്കും പിന്നെ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് 50 രൂപയ്ക്കാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് മേടിച്ച ഒരു DVD പ്ലെയർ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പം നിലവിൽ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പാർട്സുകളും അഴിച്ച് കഴുകി ക്ലീൻ ആക്കി ഇതിൻ്റെ കംപ്ലയിൻറ്റുകൾ പരിഹരിച്ച് ഇപ്പം വർക്കിംഗ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം നമുക്ക് വെറൈറ്റി സാധനങ്ങളൊന്നും ആക്രിക്കടയിൽ നിന്ന് കിട്ടാറില്ലായിരുന്നു. എവിടെ ചെന്നാലും എമർജൻസി ആയിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ തവണ ഈ ഒരു DVD പ്ലെയർ വാങ്ങിയത് തൊടുപുഴ മൂലമറ്റം ഇതിനിടയിലുള്ള കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഈ ഒരു ആക്രിക്കടയിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം ഇത് ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണ്. അതുപോലെ ഞാനിവിടെ വന്ന സമയത്ത് ഒരുപാട് പേര് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കണ്ടു. അപ്പോൾ അടുത്തൊരു തവണ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഐബെലിൻ്റെ ഈ ഒരു DVD പ്ലെയറാണ് നമുക്കിവിടെ 100 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു DVD പ്ലെയർ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഒരുപാട് വലയും പൊടിയെല്ലാം പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്തേക്കുന്ന AV കേബിളിൽ പിന്നൊക്കെ ഒടിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതെല്ലാം അഴിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ആക്കി എടുക്കണം. അതുപോലെ ഇത് നേരത്തെ ആരോ അഴിച്ചതുമാണ്, എന്തോ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ ഈ ഒരു സ്ക്രൂവിൻ്റെ മുകളിലുള്ള ഈ ഒരു സീൽ ഓപ്പണാണ്. പിന്നെ ഈ ഒരു സൈഡൊക്കെ പൊട്ടിയിരിപ്പുണ്ട്. ആക്രിക്കടയിൽ നിന്ന് സംഭവിച്ചു ആവും. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം അടിച്ച് ഈ ഒരു മുകളിലെ കവറും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തുരുമ്പായിട്ടുണ്ട്. പവർ സപ്ലൈ ബോർഡിലെ ചില കമ്പോണൻസൊക്കെയും തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. പിന്നെ 8 കാലി വല. അപ്പോൾ ഇതെല്ലാം നമുക്കിനി അഴിച്ച് സെപ്പറേറ്റ് ആക്കാനുള്ളതാണ്. ഈ ഒരു DVDയുടെ മദർ ബോർഡിൽ മാത്രം വലിയൊരായിട്ട് തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ നിന്ന് നമുക്കൊരു ഡിസ്കും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു DVD പ്ലെയർ ആരെങ്കിലും ഉപയോഗിച്ചിരുന്ന സമയത്ത് വല്ലതും കംപ്ലൈൻ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കണം ഈ ഒരു ഡിസ്ക് ഊരിയെടുക്കാൻ പറ്റാതായത്. പിന്നെ ഇതിൻ്റെ ഈ ഡിസ്ക് ഇടുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു ചെറിയൊരു പീസ് പോലെ പൊട്ടിയും കിടപ്പുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ കാണുന്ന പോലെ കുറേ 8 കാലി. അപ്പോൾ ഇതിനുള്ളിലുള്ള എല്ലാ കേബിളുകളും അഴിച്ച് മാറ്റി ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പോവാണ് ഊരി. കുറച്ച് മുമ്പ് പൊട്ടി അടന്നു പോയി ചെറിയൊരു പീസ് കിട്ടിയിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഡിസ്ക് ഇടുന്ന ഇതിൻ്റെ പോർഷനായിരുന്നു. ഈ ഒരു സൈഡിൽ ലോക്ക് വരുന്നത് അതാണ് നടന്നു പോയത്. ഈ കാണുന്നതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന DVDയുടെ പവർ സപ്ലൈ ബോർഡ്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈ ബോർഡിൽ തന്നെയാണ് ആംപ്ലിഫയറും വരുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിലെ കുറേ കമ്പോണൻസിൻ്റെ എല്ലാം കാലുകൾ തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ആംപ്ലിഫയർ ICയുടെ മുകളിലുണ്ടായിരുന്ന ഹീറ്റ് സിങ്ക് ഇതെല്ലാം തുരുമ്പെടുത്ത് ദ്രവിച്ച പോലെ ആയിപ്പോയി. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനൽ വരുന്ന ഈ ഒരു ബോർഡ് കൂടി അടിച്ചെടുക്കാനുണ്ട്. ഇതിലാണ് ഡിസ്പ്ലേ എല്ലാം വരുന്നത്. ഇതിലുള്ള സ്വിച്ചുകളും എല്ലാം തന്നെ തുരുമ്പെടുത്തിരിക്കുകയാണ് ഇതിലെല്ലാം കാലുകൾ. അതിൽ ഈ ഒരു ബോർഡിൽ കൂടുതലായിട്ട് തുരുമ്പെടുത്തേക്കുന്നത് ആംപ്ലിഫയർ സെക്ഷനിൽ വരുന്ന കുറേ റെസിസ്റ്ററൊക്കെയാണ് കൂടുതലായിട്ടും ഡാമേജ് ആയി പോയിരിക്കുന്നത്. പിന്നെ ഈ ഒരു കപ്പാസിറ്റർ ഇതെല്ലാം മാറേണ്ടി വരും. മിക്കതിൻ്റെയും കാലുകളെല്ലാം തുരുമ്പെടുത്ത് രവിച്ച് പോയി. ഇതിൻ്റെ മദർ ബോർഡിന് മാത്രം വലിയ പ്രശ്നമില്ല. ഇത് നമ്മൾ ടിന്നർ ഉപയോഗിച്ചാണ് കഴുകി ക്ലീൻ ആക്കാൻ പോകുന്നത്. ഇത് മാത്രം വെള്ളം ഒഴിച്ച് കഴുകുന്നില്ല. ഈ ബാക്കിയുള്ള എല്ലാ പാർട്സും കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഡിസ്ക് ഓപ്പണും ക്ലോസും അതിൻ്റെ ഈ മെക്കാനിക്സ് എല്ലാം കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ഒരു സൈഡിലുണ്ടായിരുന്ന ലോക്ക് പോലെയുള്ള ഭാഗമാണ് കുറച്ചും പടന്ന് നമുക്ക് കിട്ടിയത്. പിന്നെ ഈ ഒരു മോട്ടറിൽ നിന്നുള്ള ഡ്രൈ ബെൽറ്റ് അതും ഇതിനകത്തില്ല. അപ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യം കൊണ്ടും തീരുമാനമായ DVD ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് DVDയുടെ ഐ സെൻസർ. അപ്പോൾ ഇത് നമുക്ക് കഴുകാൻ പറ്റില്ല. അപ്പോൾ ഇതിലെ പൊടിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ലെൻസും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. അതുപോലെ ഇങ്ങനെ തുരുമ്പ് പിടിച്ച മെറ്റൽ പാർട്ടുകളിൽ ടിന്നർ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഈ തുരുമ്പ് പൊക്കോളും. പിന്നെ ഇതിൻ്റെ സ്ക്രൂ എല്ലാം അടിച്ചെടുത്തെല്ലാം നമ്മൾ WD-40 മുക്കിയിട്ടേക്കുവാണ്. അപ്പോൾ തുരുമ്പ് പിടിച്ച സ്ക്രൂ ഒക്കെ ഇങ്ങനെ WD-40 അല്ലെങ്കിൽ ടിന്നറിലൊക്കെ മുക്കിയിടുവാണെങ്കിൽ ഒരു പരിധി വരെ തുരുമ്പ് പൊക്കോളും. അപ്പോൾ ഇനി കാണുന്നതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐ സെൻസർ വരുന്ന ആ ഒരു പോർഷനും പിന്നെ മദർ ബോർഡ് വഴി ബാക്കിയുള്ള എല്ലാ പാർട്സുകളും നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മദർ ബോർഡിലേക്ക് 5 വോൾട്ട് പവർ ബാങ്ക് വഴി സപ്ലൈ കൊടുത്ത് ഇതിലേക്ക് ഈ ഒരു ഡിസ്പ്ലേയുടെ അകത്ത് നിങ്ങൾ കണക്ട് ചെയ്തപ്പം മദർ ബോർഡിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. മദർ ബോർഡ് വർക്കിംഗ്. ഇതിൻ്റെ മദർ ബോർഡ് ഓക്കെയാണെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് പാടില്ല. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കത് പരിഹരിക്കാൻ പറ്റും. അതുപോലെ ഈ ഡിസ്ക് ഇടുന്ന ഈ ഒരു പോർഷൻ്റെ സൈഡ് അടന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. ഒരു ഡിസ്ക് കയറിപ്പോയാൽ നമ്മൾ തള്ളിക്കയറ്റി അങ്ങനെ എന്തെങ്കിലും കടന്നു പോയതായിരിക്കണം. അതുപോലെ ഇതിൻ്റെ ഡിസ്ക് ഓപ്പൺ ക്ലോസ് വന്ന ഈ ഒരു മോട്ടറിൽ നിന്നുള്ള ഡ്രൈ ബെൽറ്റ് അതും ഇതിനകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്പെയറുകളൊന്നും നമുക്ക് പുതിയത് മേടിക്കാൻ കിട്ടില്ലാത്തതുകൊണ്ട് ഞാനിവിടെ തൽക്കാലത്തേക്ക് ഒപ്പിക്കാൻ പോകുന്നത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നിടത്തിന് കുഴപ്പമില്ല, അധികം നാൾ നിൽക്കില്ല. കുറേ നാൾ കഴിയുമ്പോൾ ഈ റബ്ബർ ബാൻഡ് ഉരുകിയ പോലെയൊക്കെ ആയി പോകും. എന്തായാലും ഈ റബ്ബർ ബാൻഡ് ഇട്ടാലും സംഗതി നടക്കും. ഇനി അടുത്തായിട്ട് ഈ ഡിസ്ക് ഇടുന്ന ഈ ഒരു പോർഷൻ ഇത് കറക്റ്റായിട്ട് ആ ഒരു ലോക്ക് പോലെ ഉണ്ട്, അതിലേക്ക് കറക്റ്റായിട്ട് കയറ്റി വെക്കണം. ഇതിലെ ഐ സെൻസറിൻ്റെ ലെൻസ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ ഇത്. അതുപോലെ ഇനി അടുത്തായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡാണ്. മദർ ബോർഡിലേക്കും എല്ലാ കണക്ഷനും കറക്റ്റായിട്ട് ഇതിൻ്റെ ബാക്കിൽ നോക്കി അറിയാൻ പറ്റും. ഓരോ സോക്കറ്റുകളുടെ അടിയിലേക്കും എല്ലാത്തിൻ്റെയും കണക്ഷൻ ഡീറ്റെയിൽസ് ഇത് നോക്കി കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ SMPS ബോർഡ് കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേറെ പവർ സപ്ലൈ കൊടുത്തും വർക്ക് ചെയ്യാൻ പറ്റും. 12-0-12 പിന്നെ 5 വോൾട്ട് പ്ലസ് ഇത്രയാണ് വേണ്ടത്. അടുത്തായിട്ട് നമ്മൾ SMPS ബോർഡാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. പവർ സപ്ലൈ ബോർഡും മദർ ബോർഡും നമ്മൾ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പവർ കേബിളും ഓൺ ഓഫ് സ്വിച്ചും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം പവർ സപ്ലൈ ബോർഡ് വർക്കിംഗ് ആണോ എന്ന്.
ഇനി നമുക്ക് അടുത്തതായിട്ട് മദർ ബോർഡിലേക്ക് ഡിസ്പ്ലേ കൂടി കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മളിവിടെ ഇത് വർക്ക് ചെയ്യിക്കാനുള്ള ഏകദേശം കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കറണ്ടിൽ കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു പവർ സപ്ലൈ ബോർഡ് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കണക്ഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലിൽ വരുന്ന ഈ ഒരു ബോർഡിലുണ്ടായിരുന്ന സ്വിച്ചുകളെല്ലാം തുരുമ്പെടുത്തായിരുന്നു. അപ്പോൾ ഇത് ഞാനെല്ലാം മാറിയിട്ടുണ്ട്. ഈ 5 സ്വിച്ചും മാറി പുതിയതിട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ കംപ്ലയിൻറ്റുകളെല്ലാം പരിഹരിച്ച് വർക്കിംഗ് കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്ക് ഓപ്പണും ക്ലോസും ആകുന്ന ഒരു മെക്കാനിസത്തിൻ്റെ റബ്ബർ ബെൽറ്റ് കിട്ടാനായിട്ട് നമ്മൾ റബ്ബർ ബാൻഡാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ എന്തൊക്കെയോ കംപ്ലയിൻറ്റുകൾ കാരണം ആരോ ആക്രിക്കടയിൽ ഉപേക്ഷിച്ച സാധനം നമ്മൾ വീണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഒട്ടുമിക്ക എല്ലാ കംപ്ലയിൻറ്റുകളും നമ്മളിവിടെ പരിഹരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് വർക്ക് ചെയ്യിച്ചുകൂടി കാണിക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനകത്ത് ഈ ഒരു സോക്കറ്റാൻ തൊടിഞ്ഞിരിക്കുന്ന EV പിന്നിൻ്റെ ആ ഒരു ബാക്കി പോർഷൻ അത് നമുക്ക് എടുത്ത് കളയാനുണ്ട്. പണ്ടൊക്കെ മിക്കവർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഇങ്ങനെ EV പിൻ ഒടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോക്കറ്റുകളിലൊക്കെ ഒടിഞ്ഞിരിക്കുന്ന ബാക്കി പോർഷൻ ഊരിയെടുക്കാനായിട്ട് ഇതുള്ളൊരു പിന്ന് ഒരെണ്ണം ചൂടാക്കി ഒടിഞ്ഞിരിക്കുന്നതിൻ്റെ സെൻറ്ററിൽ കുത്തിയാൽ മതി. ഇനി ഈ ഒരു പിന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഊരിയെടുത്താൽ മതി. ഒടിഞ്ഞിരിക്കുന്ന പോർഷൻ ഇതിൻ്റെ കൂടെ പോന്നോളൂ. അങ്ങനെ നമ്മുടെ ഈ DVD ഏകദേശം ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യിച്ച് നോക്കാം. അതുപോലെ ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ചാനൽ മാത്രം. അപ്പോൾ ഇനി ഇതിൽ ഡിസ്ക് ഇട്ട് വർക്ക് ചെയ്യിച്ച് കാണിക്കാം. അങ്ങനെ നമ്മൾ ഒരു സിനിമയുടെ ഡിസ്ക് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇതിൽ IPLൻ്റെ ലോഗോയും പിന്നെ റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടുമിക്ക എല്ലാവരും തന്നെ കണ്ടേക്കുന്ന സിനിമയായിരിക്കും. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഇതിൻ്റെ ഓഡിയോ ഒന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിൽ എന്തായാലും ഡിസ്ക് ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു DVDയിൽ തന്നെയാണ് സ്പീക്കർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കാരണമാണ് പാട്ടും അധികം പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. അപ്പോൾ ഈ ഒരു DVDയുടെ ആംപ്ലിഫയർ സെക്ഷനിൽ ലെഫ്റ്റ് റൈറ്റ് ഇതിൽ ഒരെണ്ണം മാത്രമാണ് ശരിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു DVD നമ്മുടെ കയ്യിൽ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു. അതുപോലെ ഈ ഒരു DVD പ്ലെയർ ഞാനിവിടെ മേടിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ 2 പ്ലാനായിരുന്നു. ഒന്നെങ്കിൽ നമുക്കിത് റെഡിയാക്കി ഇതിൻ്റെ റിസ്റ്റോറേഷൻ വീഡിയോ, അത് നടന്നില്ലെങ്കിൽ ഈ ഒരു ക്യാബിനറ്റിൽ ക്ലാസ് D ആംപ്ലിഫയർ ഉപയോഗിച്ച് ഇതിൽ ആംപ്ലിഫയർ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. ക്ലാസ് D ആംപ്ലിഫയറും അതിൻ്റെ പവർ സപ്ലൈ ബോർഡൊക്കെ നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആംപ്ലിഫയർ ബോർഡൊക്കെ ആണെങ്കിൽ പണി എളുപ്പമുണ്ട്. ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈയും പിന്നെ ഓഡിയോ ഇൻപുട്ടും സ്പീക്കറും കണക്ട് ചെയ്താൽ ആംപ്ലിഫയർ റെഡിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ക്ലാസ് D ആംപ്ലിഫയറുകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ് D ആംപ്ലിഫയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ക്യാബിനറ്റ് എല്ലാ സ്ഥലങ്ങളിലൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഴയ DVD പ്ലെയറിൻ്റെ ക്യാബിനറ്റ് ഉപയോഗിച്ചാലും മതി. DVD പ്ലെയറിൻ്റെ ക്യാബിനറ്റിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ് D ആംപ്ലിഫയറും പിന്നെ USB പ്ലെയറും ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ ബോർഡ് SMPS ബോർഡൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. പിന്നെ മിക്കവാറുള്ള എല്ലാ DVDയിലും മൈക്കിൻ്റെ സോക്കറ്റൊക്കെ കാണും. അപ്പോൾ നമുക്ക് ആ ഒരു സോക്കറ്റ് ഉപയോഗിച്ച് ഒരു പ്രീ ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ DVDക്ക് നമുക്ക് MP3 പ്ലെയർ, മൈക്ക് ഇൻപുട്ട്, അങ്ങനെ ഒരു ആംപ്ലിഫയറിൽ വേണ്ട എല്ലാ ഓപ്ഷൻസ് ഉള്ള രീതിയിൽ നമുക്ക് DVD പ്ലെയറിൻ്റെ ക്യാബിനറ്റ് ഉപയോഗിച്ച് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അങ്ങനെയും ചെയ്ത് കാണാം. അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പലർക്കും വരുന്നില്ലെന്നുള്ള കമൻറ്റ് കണ്ടിരുന്നു. അതുകൊണ്ട് നമ്മൾ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതലിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് അതിലൂടെ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.